എൻ്റെ പഴയ എഴുത്തുകൾ ഞാൻ തന്നെ ഇടയ്ക്ക് എടുത്ത് വായിക്കാറുണ്ട്. എനിക്കെന്നെ അത്ഭുതമാണ്. ഇതൊക്കെ ഞാൻ തന്നെ എഴുതിയതാണോ എന്ന്. എനിക്ക് തോന്നുന്നു മുമ്പ് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇതിങ്ങനെ എഴുതാൻ പറ്റുന്നത് എന്നുള്ളത്. എനിക്കന്ന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാനതിരുന്നിട്ട് അനലൈസ് ചെയ്യുമ്പം എനിക്കെന്നെ അറിയില്ല ഇതെങ്ങനെയാ എഴുതിയിട്ടുള്ളത്, ഇതെങ്ങനെ ഈ വാക്കുകളൊക്കെ വന്നിട്ടുള്ളത് എന്ന്. പക്ഷെ ഇന്ന് തീരെ എഴുതാൻ കഴിയാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് അതൊക്കെ ഇന്ന് വായിക്കുമ്പോൾ. ഇതെന്താണ് അന്നത്തെ പോലെ ഇന്ന് എഴുതാൻ പറ്റാത്തത് എന്നുള്ളത്. അന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് വായനകൾ വളരെ കുറവാണ്. ഒരു ബുക്കൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ ഭയങ്കര മടിയാണ്. മുമ്പൊന്നും അങ്ങനെയല്ല. മുമ്പൊക്കെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇരുന്ന് വായിച്ചേ തീർക്കും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അത്രത്തോളം മടിയാണ് വായിക്കാൻ. അതുപോലെ തന്നെ ഇന്ന് ആ പ്രസൻസ് ഓഫ് മൈൻഡിലിരുന്ന് എഴുതാനോ ഒരു കണ്ടന്റ് ചെയ്യാനൊന്നും പറ്റാറില്ല. മുമ്പൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഇരുന്ന് അതിങ്ങനെ ഒരു ഫ്ലോയിൽ എഴുതി പോകും. നമ്മളിങ്ങനെ അറിയാതെ നമ്മളിങ്ങനെ എനിക്കൊന്ന് അന്നത് എഴുതാൻ പറ്റിയത് ഏഹ്, അന്നത്തെ പ്രസൻസ് ഓഫ് മൈൻഡ് കാരണമായിരിക്കും. അതുപോലെ തന്നെ ഫോക്കസ് കാരണമായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഡിസ്ട്രാക്ഷൻ ഇല്ലാത്തൊരു കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കണം. ഇന്നങ്ങനെയല്ല. ഇന്ന് കുറേ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ ഫോണിൽ തന്നെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിലേറെക്കുറെ അഡിക്റ്റ് ആയപ്പോൾ ഈ പ്രസൻസ് ഓഫ് മൈൻഡുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ മനുഷ്യന്മാർക്കും എഴുതാനായാലും എന്തിനായാലും കഴിവുകളുണ്ട്. പക്ഷെ ആ കഴിവുകൾ പുറത്ത് വരണമെങ്കിൽ നമ്മൾ നമ്മൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ ഇറങ്ങി എനിക്ക് തോന്നുന്നു നമ്മളെ ബ്രെയിനിനെ കുറേ കൂടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് കൂടുതൽ ചിന്തിക്കുമ്പോൾ എന്താ പറയുക അതിന് തുരുമ്പുകളൊന്നും പിടിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എഴുതാൻ പറ്റുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ കൂടി നമ്മൾ ഈ ബ്രെയിനിനെ തുരുമ്പ് പിടിപ്പിക്കുന്ന ഡിജിറ്റൽ ഏരിയകൾ ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിനെ കുറേ കൂടി യൂസ്ഫുള്ളായി ഉപയോഗിക്കാനും നമ്മളെ മെച്ചപ്പെടുത്താനും സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.